ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേഷ്യൽ ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാനാണ്. ഞാൻ എപ്പോഴും ഫേസ് റൈസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. ഞാനൊരു 3-4 വർഷമായിട്ട് എൻ്റെ ഫേഷ്യൽ ഹെയർ ഫേസ് റൈസേഴ്സ് യൂസ് ചെയ്തിട്ട് ഷേവ് ചെയ്ത് കളയാറാണ് പതിവ്. എനിക്ക് ഇതേവരെ ഷേവ് ചെയ്തിട്ട് ഫേസിൽ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പലർക്കും പല പ്രശ്നങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. ഫേസിൽ ഇങ്ങനെ പിമ്പിൾസ് വരുന്നത് കണ്ടിട്ടുണ്ട് ഫേസ് റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷെ എൻ്റെ ഓയിലി സ്കിന്നാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മളത് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഫേസിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫേസ് റൈസർ ഉണ്ട്. ഒരു 3-4 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫേസ് റൈസറാണ്. അതാണ് കൈ ബ്യൂട്ടി ക്യാൻ ഫേസ് റൈസർ. ഈ ഒരു പാക്കറ്റിൽ മൊത്തം 3 റൈസേഴ്സ് ആണ് വരുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു ഫേസ് റൈസർ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഓയിലി സ്കിൻ ആണ്. ഞാൻ ഈ ഒരു ഫേസ് റൈസേഴ്സ് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് വിമൻ ഫേസ് റൈസർ കോംബോ ആണ്. ഇതിനകത്ത് മൊത്തം 3 എണ്ണമാണ് വരുന്നത്. ഒരു ഗ്രീൻ കളർ, ഒരു ബ്ലൂ കളർ, ഒരു പിങ്ക് കളർ, അങ്ങനെ 3 കളറിലെ ഫേസ് റൈസേഴ്സ് ആണ് വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ 3 കളറിലാണ് ഫേസ് റൈസർ വരുന്നത്. നല്ല പാക്കേജിംഗ് ആണ്. ഈ ഒരു പാക്കറ്റിൽ തന്നെ ഇവർ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫേസ് റൈസർ ഉപയോഗിക്കേണ്ട പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഫേസ് റൈസറിന് മുമ്പായിട്ട് ഫേസിൽ ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്യുക. ഒന്നെങ്കിൽ അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ അതും അല്ലെങ്കിൽ ഒരു എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് റൈസർ യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഹെയറിന്റെ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഷേവ് ചെയ്ത് റിമൂവ് ചെയ്യുക. അങ്ങനെ എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ സൈഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ റൈസറിലും അവർ ഇതേപോലെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഫേസ് റൈസറിന്റെ ബ്ലേഡിൽ അവരിങ്ങനെ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം മുറിവുകളൊന്നും പെട്ടെന്ന് ഉണ്ടാകത്തില്ല. ഈ ബ്രാൻഡിന്റെ റൈസർ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇന്നേ വരെ മുറിവ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അവര്. അതായത് ഈ ബ്ലേഡിന്റെ പോർഷനിൽ ഇതേപോലെ ഗാർഡ് കൊടുത്തിട്ടുണ്ട്, സ്കിൻ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിവൊന്നും ഉണ്ടാകത്തില്ല. ഒരു പാക്കറ്റിന്റെ വില വന്നിട്ട് 279 ആണ്. നമുക്ക് നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നൈക്കയിൽ നിന്നാണ് വാങ്ങിക്കാറ്. നൈക്കയിൽ മിക്കപ്പോഴും ഇതിനൊരു 10%, 15% ഒക്കെ ഓഫും കാണും. അപ്പം ഞാനൊരു 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണിത്. പിന്നെ ഇടയ്ക്ക് ഞാൻ 2-3 തവണ വേറെ ഫേസ് റൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് റൈസർ ഇതാണേ. ഫേസ് റൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് കൂടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഗ്രോത്ത് കൂടിയതായിട്ടും കുറഞ്ഞതായിട്ടും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനൊരു 3-4 വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ഇടയ്ക്ക് ഞാൻ 1-2 തവണ വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡിന്റെ ഫേസ് റൈസേഴ്സ് ആണ്. എനിക്ക് ഫേസ് റൈസർ യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്നും കരുതി മറ്റൊരാൾക്ക് അങ്ങനെ ആവണമെന്നില്ല. നമ്മളിത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫേസ് ഷേവ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചിലർക്കൊക്കെ പിമ്പിൾ വരുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർക്ക് എല്ലാവർക്കും ഒന്നും ഇത് സ്യൂട്ട് ആവണമൊന്നുമില്ല. നമ്മളിത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പിന്നെ നമ്മൾ ഫേസ് ഷേവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ കറക്റ്റ് രീതിയിൽ തന്നെ ഷേവ് ചെയ്യുക. പിന്നെ ഫേസ് റൈസർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത് വേദന ഇല്ലാത്തതാണ്. കാരണം നമ്മൾ റൂട്ടിൽ നിന്ന് ഹെയർ എടുക്കുന്നില്ലല്ലോ, ജസ്റ്റ് മുകളിൽ കാണുന്ന ആ ഒരു ഹെയർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഫേസ് റൈസർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് റൈസർ വാങ്ങിച്ച് നോക്കാവുന്നതാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫേസ് റൈസറാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.